ഏപ്രിൽ 22 ചൊവ്വാഴ്ച. യോഹന്നാൻ 20:11 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇന്ന് മഗ്ദലന മറിയം യേശുവിൻ്റെ കല്ലറയ്ക്ക് പുറത്തിരുന്ന് കരയുന്നതായി കാണുന്നു. ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മറിയം യേശുവിൻ്റെ കല്ലറയ്ക്കലെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? മറിയം കുനിഞ്ഞ കല്ലറയിലേക്ക് നോക്കി. അവൾക്ക് അതിശയം തോന്നി. കല്ലറയിൽ 2 മാലാഖമാർ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന സ്ഥലത്തിൻ്റെ തലയ്ക്കലും കാലിലും ദൂതന്മാർ ഇരിക്കുകയായിരുന്നു. മാലാഖമാർ ചോദിച്ചു, മറിയം, നീ എന്തിനാണ് കരയുന്നത്? യേശുവിൻ്റെ ശരീരം ആരോ കൊണ്ടുപോയി എന്നും അവർ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞു. കല്ലറ വിട്ടുപോകാൻ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു അവളുടെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പക്ഷെ അവൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ യേശുവും മറിയയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? ഈ ചോദ്യം മഗ്ദലന മറിയത്തോട് മാത്രമല്ല, ആധുനിക കാലത്ത് നമുക്കും ഇത് ഒരു വേദനാജനകമായ ചോദ്യമാണ്. കരയുന്നതിന് നമുക്ക് ന്യായമായ നിരവധി കാരണങ്ങളുണ്ടാകാം. പക്ഷേ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ആ വസ്തുത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മരണം അവസാനമല്ല, മറിച്ച് ഒരു വഴിത്തിരിവാണെന്ന് നമുക്കറിയണം. കാരണം നമുക്ക് സന്തോഷിക്കാൻ കാരണമുണ്ട്. കഷ്ടപ്പാടിൻ്റെ അനീതിയുടെ മേൽ നമുക്കിപ്പോൾ വിജയം ഉറപ്പാണ്. എന്നെ പിടിച്ചു നിർത്തരുത് എന്ന് യേശു മഗ്ദലന മറിയത്തോട് പറഞ്ഞു. അതായത്, വരൂ, എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഇനി പോകുന്നു. ഇനി എൻ്റെ ദൗത്യം തുടരാനുള്ളത് നിങ്ങളാണ്. ഇന്ന് യേശു മറിയത്തെ പേര് ചൊല്ലി വിളിച്ചതുപോലെ നമ്മെയും വിളിക്കും. മറിയം വിചാരിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പുരുഷൻ തോട്ടക്കാരനാണെന്ന്. അവൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു, മറിയം. തൽക്ഷണം അവളുടെ കണ്ണുകളും ഹൃദയവും തുറന്നു. യേശുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി. യേശുവിൻ്റെ വിളി കേൾക്കാൻ നമ്മുടെ മനസ്സും ഹൃദയവും തുറന്നിരിക്കുകയും ആഴത്തിൽ നമ്മളത് കേൾക്കുകയും ചെയ്യുമോ? അതോ അവൻ്റെ വിളി കേൾക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരിക്കുമോ നമ്മൾ? എങ്കിൽ എത്ര ഭയാനകമായ നഷ്ടമായിരിക്കും അത്. ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കാതുകൾ തുറന്നിരിക്കട്ടെ. ദുഷ്പേരുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു മഗ്ദലന മറിയം. അവളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാം. മറിയത്തിൻ്റെ ധൈര്യവും യേശുവിനുള്ള വിശ്വസ്തതയും പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആദ്യ വ്യക്തിയാകാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകി. മാത്രമല്ല, യേശുവിൻ്റെ ഏറ്റവും അടുത്ത അപ്പോസ്തലന്മാരോട് അത് പ്രഖ്യാപിക്കാനുള്ള ദൗത്യവും അവൾക്കായിരുന്നു. മറിയം ഇപ്പോൾ ഒരു വിശുദ്ധയാണ്. അവളെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായും ആളുകൾ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് വലിയ പ്രശ്നമാക്കരുണ്ട. നമ്മളെല്ലാവരും പാപികളും ദുർബലരുമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തോടും മനസ്സോടും കൂടി സ്നേഹിക്കാം. പ്രസക്തിയേക്കാൾ വലുത് അതാണ്. പ്രിയപ്പെട്ടവരെ, മഗ്ദലന മറിയയുടെ ദൗത്യം ഇന്ന് നമ്മുടെ ദൗത്യവുമാണ്. നമുക്ക് പോയി യേശു നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് പറയാം. അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും
നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.